വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. അക്കൗണ്ടൻസി എക്സാം റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫൈനൽ അക്കൗണ്ട്സ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് ആൻഡ് ബാലൻസ് ഷീറ്റ് ഇൻക്ലൂഡിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. The following trial balance on 31st December 2024 extracted from books of Mr. Ramesh. 3 columns ആണ്. Particulars, debit amount, credit amount. Opening stock 40,000, purchase and sales 40,000, 2 lakh and 4,000. Debtors and creditors 20,000, 24,000. Bills receivable and bills payable 8,000, 3,000. Capital 80,000, commission 12,000. Carriage 8,000, wages 32,000, machinery 24,000, furniture 16,000, land and building 48,000, insurance 20,000, cash at the bank 40,000, cash in hand 12,000, drawings 20,000, rent received 5,000, and sudden total amount 3,28,000. Adjustments number 1, closing stock at rupees 1 lakh, outstanding wages were rupees 12,000. Insurance prepaid rupees 600, commission received in advance rupees 2,000, rent received rupees 1,000. Prepare final accounts. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വർക്കൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഹെഡിങ് എഴുതണം: ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഓഫ് മിസ്റ്റർ രമേഷ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2024. 4 columns ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് കോളം പർട്ടിക്കുലേഴ്സ്, സെക്കൻഡ് കോളം എമൗണ്ട്, തേർഡ് കോളം പർട്ടിക്കുലേഴ്സ്, ലാസ്റ്റ് കോളം എമൗണ്ട്. ഡെബിറ്റ് സൈഡ് ടോപ്പിൽ ഡി ആർന്ന് കൊടുക്കുന്നു, ക്രെഡിറ്റ് സൈഡ് ടോപ്പിൽ സി ആർന്ന് കൊടുക്കുന്നു. ഇനി ഓരോ ഐറ്റം എവിടെ വരുമെന്ന് നമുക്ക് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. പർച്ചേസസ് ആൻഡ് സെയിൽ, പർച്ചേസ് ഡയറക്റ്റ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ. സെയിൽസ് ഡയറക്റ്റ് ഇൻകംസ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യുക. ഡെപ്റ്റേഴ്സ് ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ് കറണ്ട് അസറ്റിൻ്റെ അണ്ടറിൽ എഴുതണം. ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റിലെ കറണ്ട് ലയബിലിറ്റീസിൻ്റെ അണ്ടറിലാണ് എഴുതേണ്ടത്. ബിൽസ് റീസീവബിൾ ആൻഡ് ബിൽസ് പേബിൾ, ബിൽസ് റീസീവബിൾ കറണ്ട് അസറ്റ്, ബാലൻസ് ഷീറ്റ് അസറ്റ്സ് കറണ്ട് അസറ്റിൻ്റെ അണ്ടറിൽ എഴുതുക. ബിൽസ് പേബിൾ കറണ്ട് ലയബിലിറ്റിയാണ്, ലയബിലിറ്റീസ് കറണ്ട് ലയബിലിറ്റീസ് അണ്ടറിലാണ് എഴുതേണ്ടത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ലയബിലിറ്റീസ് ആണ്, ബാലൻസ് ഷീറ്റ് ലയബിലിറ്റീസ് ലോങ് ടൈം ക്യാപിറ്റലിൻ്റെ അണ്ടറിൽ എഴുതുക. കമ്മീഷൻ അതിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് കോളത്തിൽ തന്നാൽ ഇൻകമാണ്, ഇൻഡയറക്റ്റ് ഇൻകമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യുക. ക്യാരേജ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ. വേജസ് എന്ന് ഡയറക്റ്റ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യുക. മെഷീനറി ഫിക്സഡ് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റിൻ്റെ അണ്ടറിലാണ് എഴുതുക. ഫർണിച്ചർ ഫിക്സഡ് അസറ്റാണ്, ഫിക്സഡ് ബാലൻസ് ഷീറ്റ് അസറ്റ് ഫിക്സഡ് അസറ്റിൻ്റെ അണ്ടറിലാണ് എഴുതുക. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ് ഫിക്സഡ് അസറ്റിൻ്റെ അണ്ടറിൽ എഴുതുക. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യുക. ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റാണ്, ബാലൻസ് ഷീറ്റ് അസറ്റ്സ് കറണ്ട് അസറ്റിൻ്റെ അണ്ടറിൽ എഴുതുക. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റാണ്, ബാലൻസ് ഷീറ്റിലെ അസറ്റ്സ് കറണ്ട് അസറ്റിൻ്റെ അണ്ടറിൽ എഴുതുക. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യേണ്ടതാണ്. ലോങ് ടൈം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് ലെസ് ചെയ്ത് കാണിക്കുക. റെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ഇൻകമാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യുക. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇൻകമാണ്, ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിലെ കറണ്ട് അസറ്റിൻ്റെ അണ്ടറിലാണ് എഴുതുക. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് വേർ റുപ്പീസ് 12,000. ഔട്ട്സ്റ്റാൻഡിങ് വേജസ്, ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഇനി കൊടുക്കാനുള്ള തുകയാണെന്ന് പറയുന്ന ഔട്ട്സ്റ്റാൻഡിങ് എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. വേജസ് നമ്മൾ സാധാരണ കേസിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലുണ്ട്. അതിനോടുകൂടി ട്രേഡിംഗ് ആൻഡ് ഡെബിറ്റ് സൈഡിലെ വേജസിനോട് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് 12,000 ആഡ് ചെയ്തിടുന്നു. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലെ കറണ്ട് ലയബിലിറ്റീസിൻ്റെ അണ്ടറിൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറഞ്ഞാൽ 12,000 കാണിക്കണം. തേർഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻഷുറൻസ് പ്രീപെയ്ഡ് റുപ്പീസ് 600. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യുക. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ഡെബിറ്റ് സൈഡിലെ ഇൻഷുറൻസിനോട് നിന്ന് ഇൻഷുറൻസ് പ്രീപെയ്ഡ് 600 രൂപ ലെസ് ചെയ്ത് തരാം. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് മുൻകൂർ അടയ്ക്കുന്ന എമൗണ്ട്. ആ എമൗണ്ട് എന്ത് ചെയ്യണം?
ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കണം. അതുപോലെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് കറണ്ട് അസറ്റിൻ്റെ അണ്ടറിലാണ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് എൻ്റർ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. കമ്മീഷൻ റിസീവ് ചെയ്യുന്ന മുൻകൂർ എമൗണ്ട് അഡ്വാൻസ് ലഭിച്ചിരിക്കുന്നത് എത്രയാണ്? 2000 ആണ്. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇൻകമാണ്. അത് പ്രോഫിറ്റ് ലോസ് ക്രെഡിറ്റ് സൈഡിൽ ഉണ്ട്. അതിൽ നിന്ന് അഡ്വാൻസ് എമൗണ്ട് 2000 രൂപ എന്ത് ചെയ്യണം? ലെസ് ചെയ്ത് കാണിക്കുക. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ലൈബിലിറ്റി സൈഡിൽ കറണ്ട് ലൈബിലിറ്റീസ് അണ്ടറിൽ 2000 കാണിക്കുക. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് റെൻറ്റ് അക്രൂഡ് നമുക്ക് കിട്ടാനുള്ള എമൗണ്ടാണ്. റെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ അത് ഇൻകമാണ്. പ്രോഫിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡിൽ അതിനോടുകൂടി റെൻറ്റ് അക്രൂഡ് എമൗണ്ട് ആഡ് ചെയ്തിടുക. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റ് അണ്ടറിൽ റെൻറ്റ് അക്രൂഡ് എന്ന് പറഞ്ഞാൽ 1000 കാണിക്കുക. ഇനി നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വരച്ചിട്ട് നമുക്ക് ഓരോ ഐറ്റം എൻട്രി ചെയ്ത് നോക്കാം. ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് ഐറ്റം ട്രേഡിംഗ് അക്കൗണ്ട് വരുന്ന 2 ഓപ്പണിംഗ് സ്റ്റോക്ക്. ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത്. ഇയറിലെ ക്ലോസിംഗ് സ്റ്റോക്കാണ് ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്കായി വരുന്നത്. എമൗണ്ട് നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 40,000. നെക്സ്റ്റ് ഐറ്റം പർച്ചേസാണ്. ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ. പർച്ചേസ് എഴുതുമ്പോൾ നമ്മുടെ പർച്ചേസ് റിട്ടേൺസ് അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട് വേർഡ് ഉണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ഈ ക്വസ്റ്റിൽ പർച്ചേസ് റിട്ടേൺ ഔട്ട് വേർഡ് ഇല്ല. അതുകൊണ്ട് ഡയറക്റ്റ് എമൗണ്ട് കോളത്തിലേക്ക് എഴുതുന്നു 40,000. നെക്സ്റ്റ് ഐറ്റം വേജസ്. ഓരോ ഐറ്റം എടുക്കുമ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കുക. വേജസ് നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന 32,000 ആണ്. അത് ഇന്നർ കോളത്തിൽ എഴുതുന്നു. അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, ഇനി കൊടുക്കാനുള്ള എമൗണ്ടാണ്. അത് ഇതിനോടുകൂടി ആഡ് ചെയ്യുക. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്ന 12,000 ആണ്. ഇത് ഇതിനോടുകൂടി ആഡ് ചെയ്യുക. 44,000 ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഐറ്റം തന്നിരിക്കുന്ന ഡയറക്റ്റ് എക്സ്പെൻസായ ക്യാരേജ് ആണ്. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് എമൗണ്ട് കോളത്തിലേക്ക് എഴുതാം 8,000. ട്രേഡിംഗ് ഡെബിറ്റ് സൈഡിൽ ഐറ്റം എഴുതി കഴിഞ്ഞാൽ ട്രേഡിംഗ് ഒക്കെ ക്രെഡിറ്റ് സൈഡ് ഐറ്റം എൻ്റർ ചെയ്യാം. ഫസ്റ്റ് സെയിൽസ് വരുമ്പോൾ റിട്ടേൺ ഇൻവേർഡ് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺസ് ഉണ്ടോ എന്ന് നോക്കണം. നമ്മുടെ ക്വസ്റ്റിൽ തന്നിട്ടില്ല, അതുകൊണ്ട് ഡയറക്റ്റ് എമൗണ്ട് കോളത്തിലേക്ക് എഴുതുന്നു 2,04,000. നെക്സ്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക്. അത് ഡയറക്റ്റ് ഇൻകം ആയതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 1 lakh ആണ്. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതി കഴിഞ്ഞാൽ ഏത് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ നോക്കൂ, അതാണ് 2 സൈഡും ടോട്ടലായിട്ട് എഴുതേണ്ടത്. ഇവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ തന്നിരിക്കുന്നത്. അത് 2 സൈഡിലും ടോട്ടലായിട്ട് എഴുതുന്നു 3,04,000. അത് 2 സൈഡിലും ടോട്ടലായിട്ട് നമ്മൾ ഏത് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ അതാണ് 2 സൈഡും ടോട്ടലായിട്ട് എഴുതേണ്ടത്. എമൗണ്ട് കുറവ് എവിടെയാണ്? ഇവിടെ നമുക്കറിയാം ഡെബിറ്റ് സൈഡിൽ. അതിനെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എന്നും പറഞ്ഞ് ബാലൻസ് എടുത്ത് എഴുതുന്നു C/D. അതിൻ്റെ ഡിഫറൻസ് എമൗണ്ട് നമുക്കറിയാം. നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലും 3,04,000 ഉണ്ട്. അതിൽ നിന്ന് ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് എല്ലാം ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 1,72,000. ഈ എമൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിടുക. അത് നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എൻട്രി ചെയ്യുക. ബ്രോ ഡൗൺ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 1,72,000. അതാണ് ബ്രോ ഡൗൺ ചെയ്തിട്ടുള്ളത്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റങ്ങൾ നോക്കാം. ഡെബിറ്റ് സൈഡിൽ വരുന്ന നമുക്കറിയാം ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഷുറൻസ്. ഓരോ ഐറ്റം എടുക്കുമ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഇൻഷുറൻസ് നമ്മുടെ ക്വസ്റ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നുകൊണ്ട് ഇന്നർ കോളത്തിൽ എഴുതും 20,000. അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് പ്രീപെയ്ഡ് ആണ്. പ്രീപെയ്ഡ് 600 ആണ് വന്നത്. ആ പ്രീപെയ്ഡ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് മുൻകൂർ അടച്ചിരിക്കുന്ന എമൗണ്ടാണ്. അത് ഈ വർഷം വരേണ്ട എമൗണ്ട് അല്ല. അത് ഇതിൽ നിന്ന് ലെസ് ചെയ്യുക. കാരണം ഇൻഷുറൻസ് നമുക്ക് 20,000 അതിൽ ഇൻക്ലൂഡ് ആണത് ഈ 600. അതുകൊണ്ടാണ് ഈ അഡ്വാൻസ് എമൗണ്ട് ഇതിൽ നിന്ന് ലെസ് ചെയ്യുന്നത്. ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 19,400.
ഇനി ക്രെഡിറ്റ് സൈഡിലുള്ള ഇൻകം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നമുക്കറിയാം കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇൻകമാണ്. നമ്മുടെ കോസ്റ്റിൽ തന്നിരിക്കുന്ന ഇൻകമായിട്ടാണ് അസൈൻമെൻറ്റ് ചെയ്യുക. അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇന്നർ കോളത്തിൽ എഴുതി അഡ്വാൻസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസായി കൊടുത്തിരിക്കുന്ന എമൗണ്ട് ആയതുകൊണ്ട് എന്ത് ചെയ്യണം, അത് ലെസ് ചെയ്യുക. നമ്മുടെ കോസ്റ്റിൽ തന്നിരിക്കുന്നത് 2000 ആണ്. അത് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എമൗണ്ട് കോളത്തിൽ എഴുതുക 10,000. നെക്സ്റ്റ് തന്നിരിക്കുന്ന ഇൻകം റെൻറ്റ് റിസീവ്ഡ് ആണ്. റെൻറ്റ് റിസീവ്ഡ് ഇൻകം ആയതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ കോസ്റ്റിൽ തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് 5,000 ആണ്. അത് ഇന്നർ കോളത്തിൽ എഴുതുന്നു. അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് അക്രൂഡ് ഇൻകമാണ്. അക്രൂഡ് ഇൻകം ആയതുകൊണ്ട് ഇതിനോടുകൂടി ആഡ് ചെയ്യുന്നു. അക്രൂഡ് എത്രയാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് 1,000 ആണ്. അത് ഇതിനോടുകൂടി ആഡ് ചെയ്തിടുക. ആഡ് ചെയ്യുമ്പോൾ ഇതിന് 6,000 എന്ന് കിട്ടും. എല്ലാ ഐറ്റവും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് കണ്ടുപിടിക്കുന്നതാണ് അടുത്തത്. ഏത് സൈഡിലാണ് എമൗണ്ട് കൂടുതലെന്ന് നോക്കുക. ക്രെഡിറ്റ് സൈഡിൽ ഈ 3 ഐറ്റമാണ് വന്നിരിക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ ഒറ്റ ഒരു ഐറ്റം. ഏത് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾ മനസ്സിലാതെ ആഡ് ചെയ്ത് നോക്കുക. 1,88,000 അതാണ് 2 സൈഡ് ടോട്ടലായിട്ട്. ഏത് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ അതാണ് 2 സൈഡ് ടോട്ടലായിട്ട് എഴുതേണ്ടത്. ഏത് സൈഡിലാണ് എമൗണ്ട് കുറവെന്ന് നോക്കുക. അവിടെ നമ്മൾ ബാലൻസ് എടുത്തെഴുതുന്നു. ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കുറവ് അതിനെ നെറ്റ് പ്രോഫിറ്റ് എന്നും പറഞ്ഞ് എഴുതുക. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് ബാലൻസ് ഷീറ്റിൽ എടുക്കേണ്ട ഐറ്റം ആയതുകൊണ്ടാണ് അത് ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പറയുന്നത്. നമുക്ക് ബാലൻസ് കിട്ടിയിരിക്കുന്ന എമൗണ്ട് 1,68,600. പ്രോഫിറ്റ് ആൻഡ് ലോസ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റ് നമുക്ക് എൻട്രി ചെയ്യാം. ട്രയൽ ബാലൻസ് നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മുടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഒരിക്കലും ബാലൻസ് ഷീറ്റ് വരികയല്ല, ഡയറക്റ്റ് ഇൻകമാണ്. പർച്ചേസ് ആൻഡ് സെയിൽസ് വരില്ല, ഡെപ്റ്റേഴ്സ്. അപ്പോൾ അസറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സാണ് നമ്മൾ എൻട്രി ചെയ്യുക. ഡെപ്റ്റേഴ്സ് എമൗണ്ട് നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 20,000 ആണ്. അത് എമൗണ്ട് കോളത്തിലേക്ക് നമ്മൾ എഴുതുന്നു. അതിൻ്റെ കൂടെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അതെവിടെയാണ് എഴുതുക? ലയബിലിറ്റി സൈഡിലാണ്. ക്രെഡിറ്റേഴ്സ് നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന എമൗണ്ട് 24,000 ആണ്. അത് എമൗണ്ട് കോളത്തിലേക്ക് നമ്മൾ എൻട്രി ചെയ്ത് എഴുതി. നെക്സ്റ്റ് ഐറ്റം ക്യാപിറ്റൽ നമുക്ക് വരുന്ന ലയബിലിറ്റി സൈഡിലാണ് അറിയാം. ക്യാപിറ്റലിന് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നതുകൊണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതുന്നു 80,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഇട്ട് അത് ഇതിനോടുകൂടി ആഡ് ചെയ്യേണ്ടതായിട്ടാണ്. ആഡ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന 1,68,600. ആഡ് ചെയ്യുമ്പോൾ 2,28,600. ഇതിൽ നിന്ന് ഡ്രോയിങ്സ് എന്ത് ചെയ്യണം? നമ്മുടെ ക്വസ്റ്റിൽ ഡ്രോയിങ്സ് തന്നിട്ട് അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഡ്രോയിങ്സ് 20,000 ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 2,28,600. നെക്സ്റ്റ് ഐറ്റം ബിൽസ് റിസീവബിൾ നമുക്കറിയാം. ബിൽസ് റിസീവബിൾ അസറ്റാണ്, കറണ്ട് അസറ്റാണ് 8,000. ബിൽസ് പേബിൾ എവിടെയാണെന്ന് നമുക്കറിയാം. കറണ്ട് ലയബിലിറ്റിയാണ്. നമ്മൾ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 3,000. നെക്സ്റ്റ് ഐറ്റം കമ്മീഷൻ ഇൻകമാണ് വരില്ല. ക്യാരേജ് വേജസ് ഇതൊന്നും വരില്ല. മെഷീനറി ഫിക്സഡ് അസറ്റാണ്. മെഷീനറി അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമല്ല, ഡയറക്റ്റ് എമൗണ്ട് കോളത്തിലേക്ക് എടുത്തെഴുതാം 32,000.
മെഷീനറിയുടെ എമൗണ്ട് 24,000. നെക്സ്റ്റ് ഐറ്റം ഫർണിച്ചറിൻ്റെ എമൗണ്ട് നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 16,000 ആണ്. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് ഡയറക്റ്റ് എടുത്തെഴുതുന്നു. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് നേരിട്ട് എമൗണ്ട് കോളത്തിലേക്ക് എടുത്ത് 48,000. ഇൻഷുറൻസ് വരികയല്ല, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, അത് നമ്മൾ എൻട്രി ചെയ്യുന്ന അസറ്റ്സിലാണ്. ക്യാഷ് അറ്റ് ബാങ്ക് നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന എമൗണ്ട് 40,000 ആണ്. അത് എമൗണ്ട് കോളത്തിലേക്ക് എടുത്ത് എഴുതുന്നു. നെക്സ്റ്റ് ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡ്. ക്വസ്റ്റിൽ തന്നിരിക്കുന്ന എമൗണ്ട് 12,000 ആണ്. ഡ്രോയിങ്സ് നമ്മൾ എടുത്തെഴുതി. റെൻ്റ് റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകം ആയതുകൊണ്ട് വരികയല്ല. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് അസസ്സിലാണ് എഴുതുക. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന 1 lakh ആണ്. അത് എമൗണ്ട് എടുത്തെഴുതുന്നു. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ലൈബിലിറ്റിയാണ്, കറണ്ട് ലൈബിലിറ്റിയാണ്, 12,000. നെക്സ്റ്റ് ഐറ്റം ഇൻഷുറൻസ് പ്രീപെയ്ഡ് കറണ്ട് അസറ്റാണ്. ഇൻഷുറൻസ് പ്രീപെയ്ഡ് തന്നിരിക്കുന്ന എമൗണ്ട് 600 ആണ്. നെക്സ്റ്റ് ഐറ്റം കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കറണ്ട് ലൈബിലിറ്റിയാണ്. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എമൗണ്ട് 2,000 ആണ്. അത് എമൗണ്ട് കോളത്തിലേക്ക് എൻട്രി ചെയ്യുന്നു. റെൻ്റ് അക്രൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് അസറ്റാണ്. റെൻ്റ് അക്രൂഡ് 1,000. ഐറ്റങ്ങളൊക്കെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ 2 സൈഡും കൂട്ടി നോക്കുക. ലൈബിലിറ്റി സൈഡിൽ വന്നിരിക്കുന്ന 2,69,600. അസറ്റ് സൈഡിൽ കൂട്ടുന്നത് 2,69,600. 2 സൈഡ് ടാലി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുമല്ലോ. ഓക്കെ, താങ്ക് യു.